എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കുട്ടപ്പനെ കാണിക്കുന്നു. അവന്റെ തൊട്ടടുത്തേക്ക് ഇപ്പൊ ആ വില്ലൻ കടന്നു വരും. അവൻ പറന്നു വന്ന് ഇപ്പൊ താഴെ ഇറങ്ങി ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ കുട്ടപ്പനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പൻ അവന്റെ പുറകെ ഓടിച്ചെന്ന് ചവിട്ടാൻ ശ്രമിക്കുമെങ്കിലും ആ ഒരു വില്ലനാവട്ടെ കുട്ടപ്പനെ മടക്കി പിടിക്കും. അവൻ ക്യാഷ്വലായിട്ട് ചിരിച്ചിട്ട് പറയും, ആ ഒരു ഹരിനെ അവളെ എനിക്ക് വിട്ടു തന്ന് നീ ഇപ്പൊ തന്നെ ഓടി രക്ഷപ്പെട്ടോ, എങ്കിൽ നിനക്ക് നിന്റെ കൂട്ടുകാരെങ്കിലും തിരിച്ചു കിട്ടും. അവരിപ്പോ എന്റെ കസ്റ്റഡിയിലാണെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഒരു കൂസലുമില്ലാതെ അവനെ നോക്കി നിൽക്കും. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഇപ്പൊ ഈസി ആയിട്ട് കൊന്നു കളയാൻ പറ്റും. പക്ഷെ നിന്നോടും നിന്റെ ഫ്രണ്ട്സിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്റെ 2 ബ്രദേഴ്സിനെയും നിങ്ങൾ കൊന്നു കളഞ്ഞു. അവര് ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന സ്വത്തില് 2 ഭാഗം അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അവര് മരിച്ചത് കൊണ്ട് തന്നെ ഗ്രീൻ വില്ലേജിന്റെ ഫ്യൂഡൽ ലാർഡ് അത് ഞാൻ മാത്രമാണ്. എല്ലാ സ്വത്തും അതെന്റേത് മാത്രമാണെന്ന് പറഞ്ഞ് അവനിപ്പോ അലറിച്ചിരിക്കും. അത് കേട്ട് കുട്ടപ്പൻ ഷോക്കായിട്ട്, അവര് 2 പേരും നിന്റെ ബ്രദേഴ്സ് അല്ലേ, എന്നിട്ടെങ്ങനെ നിനക്കിങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് അവനോട് ചോദിക്കും. അതിനാ വില്ലൻ പറയും, എനിക്ക് ആവശ്യം കഴിഞ്ഞ അച്ഛനാണെങ്കിലും ബ്രദറാണെങ്കിലും അമ്മയാണെങ്കിലും എനിക്ക് ആരെയും തന്നെ പിന്നെ കൊണ്ടു നടക്കുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്ക് ആവശ്യമില്ലാത്തവരെ ഞാൻ എന്ത് വില കൊടുത്തും ഒഴിവാക്കും. അതുപോലെ തന്നെ ആവശ്യമുള്ളവരെ ഞാൻ എന്ത് വില കൊടുത്തും നേടിയെടുക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു പെണ്ണിനെ അവളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് നീ നിന്റെ കൂട്ടുകാരുമായിട്ട് രക്ഷപ്പെട്ട് ഓടിക്കോ എന്ന് വില്ലൻ പറയുമ്പോ കുട്ടപ്പനാവട്ടെ കാലി കയറി, എന്നെ കൊണ്ട് പറ്റില്ല, സ്വന്തം സഹോദരനെ പോലും കൊന്നു തള്ളുന്ന നീ പറയുന്ന വാക്ക് പാലിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ആ ഒരു വില്ലനെ ഇട്ടിക്കാനായിട്ട് ഇപ്പൊ പാഞ്ഞെടുക്കും. വില്ലനാവട്ടെ അവന്റെ കയ്യിലെ പവർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പോലെ എന്തോ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇപ്പൊ കുട്ടപ്പന്റെ നേരെ അങ്ങനെ തന്നെ വരും. അത് കണ്ട് കുട്ടപ്പൻ ഒരുപാട് കത്തിയെടുത്ത് അത് കറക്കി വില്ലന്റെ നേർക്ക് വലിച്ചെറിയുമ്പോ അവനൊരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് ആ കത്തി എല്ലാം തന്നെ ഇപ്പൊ ഈസി ആയിട്ട് തട്ടിത്തെറിപ്പിക്കും. അത് കണ്ട് കുട്ടപ്പൻ ചാടി വന്ന് അവന്റെ കൈ ചുരുട്ടി ആ ഒരു ഷീൽഡിനിട്ട് ഒരൊറ്റ ഇട്ടി കൊടുക്കും. ആ ഇടിയില് കുട്ടപ്പന്റെ കൈ തിരിഞ്ഞുപോയി. അങ്ങനെ തെറിച്ച് താഴെ വീണ് എന്റെ കൈ പോയി, എന്റെ കൈ പോയി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. വില്ലൻ കുട്ടപ്പനെ വീണ്ടും പിടിച്ചു വലിച്ച് അവനെ വീണ്ടും ഇടിച്ച് സൂപ്പാക്കി ഒരു സൈഡിലിടും. കുട്ടപ്പൻ ആ വേദനയില് ഇപ്പൊ നിലവിളിച്ച് കരയുമ്പോ വില്ലനാവട്ടെ ഒരു ബോംബിട്ട് അവന്റെ ചുറ്റും ഒരു ഗ്ലാസ് പോലുള്ള കവചം തന്നെ തീർക്കും. അപ്പോഴായിരിക്കും കുട്ടപ്പന് മനസ്സിലാവുക, അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കവചം അത് ഐസ് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. അത് കട്ടിയുള്ള ഒരു ക്രിസ്റ്റൽ ലെൻസ് പോലെയാണ് അവന് ചുറ്റും ഇപ്പൊ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. വില്ലൻ വീണ്ടും നമ്മുടെ കുട്ടപ്പനെയും ഹരനെയും പോയിന്റ് ചെയ്ത് അവന്റെ ആ ഒരു ലെൻസ് ഇപ്പൊ സൂര്യനെ നേരെ തിരിച്ചങ്ങോട്ട് പിടിക്കും. സൂര്യന്റെ ചൂട് അങ്ങനെ കുട്ടപ്പൻ ഏൽക്കുമ്പോ അവന് മനസ്സിലാവും വില്ലൻ ഇപ്പോ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കുട്ടപ്പനാവട്ടെ അവളെ എടുത്ത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ആക്ച്വലി ആ ഒരു വില്ലന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഗ്രീൻ വില്ലേജ് സ്വന്തമാക്കി അവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് ട്രെയിനിങ് കൊടുത്ത് അവരെ എല്ലാവരെയും അവന്റെ വരുതിയിൽ വരുത്തി അടുത്തുള്ള ഗ്രാമങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത് പതിയെ പതിയെ അടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളും വെട്ടിപ്പിടിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അതിനവന്റെ ഏറ്റവും വലിയ വജ്രായുധം ഈ ഒരു ക്രിസ്റ്റൽ ലെൻസ് തന്നെയാണ്. ഇതുപയോഗിച്ചാണ് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ കുട്ടപ്പനും പ്രിൻസസും ആവട്ടെ കാട്ടിലൂടെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവന്റെ പവർ അത് അവരുടെ പിന്നാലെ തന്നെ ഇപ്പൊ ഫോളോ ചെയ്യാൻ തുടങ്ങും. അവന്റെ ക്രിസ്റ്റൽ ലെൻസ് അതൊരു കണ്ണായി രൂപപ്പെട്ട് ഇപ്പൊ കുട്ടപ്പനെ അങ്ങനെ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്തു കൊണ്ടേയിരിക്കും. കുട്ടപ്പൻ ഒരുപാട് പരുക്കുകൊണ്ട് ഇപ്പൊ വീഴുമ്പോ അവള് കരുതും, എന്തിനാണ് അവൻ അവന്റെ ജീവൻ കൊടുത്ത് എന്നെ രക്ഷിക്കുന്നതെന്ന്. ഹരണിക്ക് ഒരുപാട് അത്ഭുതം തോന്നി. കുട്ടപ്പനെ നോക്കി നിൽക്കുമ്പോൾ കുട്ടപ്പനാവട്ടെ അവൻ ഒരുപാട് മുറിവേറ്റ് ഇപ്പൊ വേദനയെടുത്ത് പൊളഞ്ഞോണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ വീണ്ടും അവളുടെ കൈ പിടിച്ച് വലിച്ച് ഇപ്പൊ ഒരു മലയുടെ ചെരുവില് അങ്ങനെ ഒളിച്ചിരിക്കും. കുട്ടപ്പൻ അവളോട് പറയും, ഞാൻ എങ്ങനെയെങ്കിലും ആ ഒരു വില്ലന്റെ ശ്രദ്ധ തെറ്റിക്കാം, ആ സമയത്ത് നീ ഓടി രക്ഷപ്പെടണം. അവൾ അതിന് സമ്മതിച്ച് ഇപ്പൊ തല കുലുക്കി നിൽക്കുമ്പോ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ വില്ലന്റെ ഒരു കണ്ണ് അതെല്ലാം തന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവൾ ഓടി രക്ഷപ്പെടാൻ നേരം വില്ലനാവട്ടെ അവൻ വീണ്ടും ഒരുപാട് ലെൻസ് കൂട്ടിവെച്ച് സൂര്യന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് കുട്ടപ്പനും അവൾ നിൽക്കുന്ന സ്ഥലം അങ്ങനെ തന്നെ ഇടിച്ചു പൊളിച്ചു കളയും. നിങ്ങൾ എന്നെ പറ്റിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമല്ലേ, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വില്ലനാവട്ടെ അവരുടെ പുറകെ തന്നെ പോവും. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ചുറ്റുമുള്ളതൊന്നും കാണാനും പറ്റില്ല. അവൻ ഒരുപാട് ബുദ്ധിമുട്ടി ചുറ്റും പുറവും നോക്കുമ്പോ ഹരിണി അവളെ കാണാനുണ്ടാവില്ല. വില്ലൻ വീണ്ടും പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇപ്പൊ തന്നെ ഓടിക്കോ. അവളെ മാത്രം എനിക്ക് വിട്ടു തരികയാണെങ്കിൽ എങ്കിൽ നിനക്ക് നിന്റെയും നിന്റെ ഫ്രണ്ട്സിന്റെയും ജീവൻ തിരികെ കിട്ടും. അതിന് കുട്ടപ്പൻ പറയും, എന്റെ ജീവൻ പോയാലും ഹർണ അവളെ ഞാൻ വിട്ടു തരില്ല.
അത് ഞാൻ ഹിരട്ടയ്ക്ക് കൊടുത്ത വാക്കാണെന്ന് പറയുമ്പോൾ വില്ലനാവട്ടെ അത് കേട്ട് ചിരിച്ച് നീയും ഒരു കണക്കിന് ഗ്രീൻ വില്ലേജിലെ ചത്തുപോയ ആ ഒരു ഹൊക്കാഗെ പോലെ തന്നെയാണ്, വെറും പൊട്ടന്മാരെന്ന് പറഞ്ഞ് അവൻ കളിയാക്കി ചിരിക്കും. അത് കേട്ട് ഇപ്പോൾ ഒളിച്ചു നിൽക്കുന്ന ഹർണയ്ക്ക് അവൾക്ക് ഒരുപാട് ദേഷ്യം വരും. കാരണം അവളുടെ അച്ഛനെയാണ് അവനിപ്പോൾ പൊട്ടൻ എന്ന് വിളിച്ചത്. അവൻ വീണ്ടും പറയും, വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ആ ഗ്രാമം ഒരിക്കൽ കൈയടക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതേ സമയത്ത് നിന്നെപ്പോലെ തന്നെ ആ വിഡ്ഢി ഞങ്ങളോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, പക്ഷെ എൻ്റെ ഗ്രാമത്തെ ഒരിക്കലും നിനക്ക് ഞാൻ വിട്ടു തരില്ല എന്ന്. ഹൊക്കാഗെ അവരുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് എൻ്റെ ഗ്രാമത്തെ വെറുതെ വിടണം. ഞങ്ങൾ സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന വളരെ പാവപ്പെട്ട ആളുകളാണ് ഈ ഗ്രാമത്തിലുള്ളത്. ദയവ് ചെയ്ത് ഞങ്ങൾ വെറുതെ വിടണം. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾ തിരികെ പോകണം. ഈ ഗ്രാമത്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ മകളെ പോലും ഹോസ്റ്റേജായി കൊടുത്തത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് എൻ്റെ ഗ്രാമം തിരികെ തന്നൂടെ ചോദിക്കുമ്പോൾ വില്ലനാവട്ടെ കത്തിയൂരി അവളുടെ പപ്പയെ അങ്ങനെ വെട്ടിക്കൊന്നുകളയും. അത് കേട്ട് ഇപ്പൊ ഹർണിക്ക് ഒരുപാട് വിഷമാവും. എൻ്റെ പപ്പ ഈ ഗ്രാമത്തിനു വേണ്ടിയാണ് മരിച്ചുപോയത്. എൻ്റെ മുൻപിൽ എൻ്റെ വിജയത്തിനു വേണ്ടി ഞാൻ ആരെയും കൊന്നു തള്ളൂന്ന് പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ ഇനി ഒരാളുടെ പോലും ജീവൻ എടുക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ ഒരു വില്ലനെ ഇടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. കുട്ടപ്പൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ അവനാവട്ടെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് കുട്ടപ്പനെ അട്ടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. ചോര തുളുമ്പി നമ്മുടെ കുട്ടപ്പനാവട്ടെ അങ്ങനെ താഴെ വീണ് ഇപ്പൊ പെടയാണ്. പക്ഷെ കുട്ടപ്പൻ അവൻ പറയും, എന്ത് വില കൊടുത്തും ഞാൻ ഹരിനെ രക്ഷപ്പെടുത്തും. ഇനി അവളുടെ അച്ഛനു പകരം ആ ഒരു വില്ലേജ് അത് ഏറ്റെടുത്ത് ഭരിക്കുക തീർച്ചയായിട്ടും ഹരിനെ ആയിരിക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് നമ്മുടെ ഹരിനെ ആവട്ടെ ഇതെല്ലാം കേട്ട് ഒരുപാട് വിഷമത്തില് കുട്ടപ്പന്റെ മുൻപിലേക്ക് ചാടി വീണ് ഇപ്പൊ വില്ലന് അഭിമുഖമായിട്ട് നിൽക്കും. അവള് വിളിച്ചു കാറും, കുട്ടപ്പനെ തൊട്ടുപോകരുത്, നിനക്കാവശ്യം എന്റെ ജീവനാണ്, അതിന് മറ്റാരെയും ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോ അവനാവട്ടെ ഇപ്പൊ അവളെ പരിഹസിച്ച് ചിരിക്കാനായിട്ട് ആരംഭിക്കും. കുട്ടപ്പൻ അതുകൊണ്ട് സ്പീഡിൽ ഓടി വന്ന് അവൻ ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുമ്പോ വില്ലൻ അവൻ വീണ്ടും സൂര്യന്റെ പവർ ലെൻസിൽ അടുപ്പിച്ച് ഇപ്പൊ കുട്ടപ്പന് നേരെ വലിയൊരു തീകോളം തന്നെ അങ്ങനെ അയച്ചുവിടും. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ ആള് ചില്ലറക്കാരനല്ല. അവൻ അവന്റെ നെറ്റിയിലെ ബാൻഡില് ആ ഒരു പവറിനെ അങ്ങനെ റിഫ്ലക്ട് ചെയ്യിപ്പിച്ച് വില്ലന്റെ നെഞ്ചിന് നേരെ അത് തിരിച്ചുവിടും. ആ ഒരു ഫയർ ഇപ്പൊ വെട്ടിത്തിരിഞ്ഞ് അതങ്ങനെ തന്നെ വില്ലന്റെ നെഞ്ച് തുളച്ച് പുറത്തേക്ക് പോവും. വില്ലൻ അടികിട്ടി താഴെ വീണിട്ടും അവൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടപ്പന് മനസ്സിലാവും ഇവൻ ഓൾറെഡി എന്തോ ഒരു വലിയ പ്ലാൻ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടപ്പൻ ചോദിക്കും, സത്യം പറ, നീ ഗ്രാമത്തില് എന്താ ചെയ്തേന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും, ഇപ്പൊ ഗ്രീൻ വില്ലേജില് ഒരു ഹൊക്കാഗെ ഇല്ല. ഞാൻ ഓൾറെഡി ഗ്രീൻ വില്ലേജിലെ ഒരുപാട് പേരെ കൺട്രോൾ ചെയ്ത് അടുത്തുള്ള ഗ്രാമങ്ങളെ ഇപ്പൊ ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അടുത്തുള്ള ഗ്രാമങ്ങള് ലീഫ് വില്ലേജുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഉടൻ തന്നെ എത്തും. അപ്പൊ കുട്ടപ്പന്റെ പുറകിലായിട്ട് ഇപ്പൊ ആരൊക്കെയോ വരുന്ന കണ്ട് ആ ഒരു വില്ലൻ പേടിച്ചു വിറച്ച് അങ്ങനെ നിൽക്കും. അതാരാണെന്ന് നോക്കിയാ നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചിയും ഗ്രാമത്തിലുള്ള ഒരുപാട് നിഞ്ചകളും. അസിസ്റ്റന്റ് ചേച്ചി പറയും, ഞങ്ങൾ ഓൾറെഡി ഗ്രീൻ വില്ലേജിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ സോൾവ് ചെയ്തു. നിന്റെ ആഗ്രഹം അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ അവരെ കണ്ട് ഇപ്പൊ ഒരുപാട് സന്തോഷാവും. അവരെ കണ്ട് കുട്ടപ്പൻ ഞെട്ടാണ്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്കെങ്ങനെ ഈ ഗ്രാമത്തില് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായെന്ന് കുട്ടപ്പൻ അസിസ്റ്റന്റ് ചേച്ചിയോട് ചോദിക്കും. അതിന് അവള് പറയും, എന്തെങ്കിലും കുഴപ്പമുണ്ടായാ അത് തീർച്ചയായിട്ടും ഹൊക്കാഗെ ആന്റിക്ക് പിടികിട്ടും. ഗ്രീൻ വില്ലേജില് എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ഹൊക്കാഗെ ആന്റിക്ക് മുൻപ് തന്നെ പിടികിട്ടി. പിന്നീട് നിങ്ങൾ തിരിച്ചെത്താൻ വൈകിയപ്പോ അത് ഉറപ്പിച്ച് ഞങ്ങൾ ഇവിടേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ഹർണയ്ക്ക് വീണ്ടും ഇപ്പൊ ഒരുപാട് വിഷമായി. ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. എല്ലാവരുടെയും ജീവൻ കൊടുത്ത് ഞാൻ എന്നെ തന്നെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ മാത്രമാണ് തെറ്റുകാരി എന്ന് പറയുമ്പോൾ ആ വില്ലൻ പറയും, ഇപ്പം നിങ്ങളുടെ ഗ്രാമത്തില് ഒരു ഹൊക്കാഗെ ഇല്ല. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഗ്രാമം വന്ന് അറ്റാക്ക് ചെയ്ത് ഏതെങ്കിലും ഗ്രാമത്തിലെ പട്ടാളക്കാർ വന്ന് ഗ്രീൻ വില്ലേജ് പിടിച്ചടക്കുമെന്ന് പറയുമ്പോൾ അതിന് അസിസ്റ്റന്റ് ചേച്ചി കൂളായിട്ട് പറയും, ഓൾറെഡി ഹർണയാണ് അടുത്ത ഹൊക്കാഗെ എന്ന് ഞങ്ങളിപ്പോ ഗ്രീൻ വില്ലേജ് മുഴുവനായിട്ടും വിളംബരം ചെയ്തു കഴിഞ്ഞു. ഹർണ ആകെ അപ്സെറ്റ് ആയിട്ട് ഇപ്പൊ കത്തിയെടുത്ത് വില്ലനെ കൊല്ലാനായിട്ട് അവന്റെ തൊട്ടടുത്തെത്തും. വില്ലൻ ഒരു കൂസലും ഇല്ലാതെ എന്റെ നെഞ്ചത്ത് തന്നെ കത്തി കുത്തി ഇറക്കാൻ പറയുമ്പോ അവൾ അങ്ങനെ തന്നെ അവൾ ആ കത്തി വീശിയെടുത്ത് ഇപ്പൊ തറയിൽ കുത്തിയിട്ട് പറയും, ഞാൻ ഒരിക്കലും നിന്നെപ്പോലെ അല്ല. ആരുടെയും ജീവനെടുക്കാൻ എന്റെ പപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അടുത്ത സീനില് ഇപ്പൊ ഹർണ ആവട്ടെ ആ ഒരു മരിച്ചുപോയ നിഞ്ച സെക്യൂരിറ്റിയുടെ ഫ്യൂണറൽ ചടങ്ങ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹർണി ഹാപ്പി ആയിട്ട് ഇപ്പൊ എല്ലാവരോടുമായിട്ട്
താങ്ക് യു. നിങ്ങളുള്ളതുകൊണ്ടാണ് എനിക്കെന്റെ ഗ്രാമം അത് തിരികെ പിടിക്കാൻ കഴിഞ്ഞത്. അവള് പതിയെ ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിയുടെ അടുത്ത് വന്ന് എനിക്ക് ഒരു ഹെൽപ്പ് കൂടെ നിങ്ങൾ ചെയ്തു തരണം. എനിക്കെന്റെ ഗ്രാമത്തെ ഇപ്പൊ പഴയതുപോലെ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടപ്പന്റെ സഹായം അതാവശ്യമാണ്. അതുകൊണ്ട് കുട്ടപ്പനെ എന്റെ കൂടെ അയക്കണമെന്ന് പറഞ്ഞ് അവള് റിക്വസ്റ്റ് ചെയ്യുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ വണ്ടറടിച്ച് കണ്ണു തള്ളി നിൽക്കും. നമ്മുടെ ഹിനട്ട കുട്ടപ്പയ്ക്ക് അതിലേറെ ടെൻഷനായിട്ട് നിൽക്കുമ്പോ നമ്മുടെ കുട്ടപ്പൻ അവൻ ചിരിച്ചിട്ട് പറയും, എനിക്കെന്റെ വീടാണ് ലീഫ് വില്ലേജ്. മാത്രമല്ല അവിടെ എനിക്ക് ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് എന്റെ ഗ്രാമത്തിൽ തന്നെ വലിയൊരാളാവണമെന്നൊക്കെ പറഞ്ഞ് അവക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് നമ്മുടെ എല്ലാ ആൾക്കാരും ലീഫ് വില്ലേജിലേക്ക് പോകും. അത് കണ്ട് സന്തോഷത്തോടു കൂടെ നിൽക്കുന്ന ഹറിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.